കേരളത്തിലെ സിനിമാ ആസ്വാദകർ ശ്വാസമടക്കി പിടിച്ച് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ കണ്ട സിനിമ പോലെ, അതായത് ശേഖരനും നീലകണ്ഠനും വീണ്ടും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, എപ്പോഴും ഒരു ക്രൈം ത്രില്ലർ സിനിമ പോലെയാണ് കേരള രാഷ്ട്രീയം. ശേഖരനും നീലകണ്ഠനും മുഖാമുഖം നിയമസഭയിൽ വരുമ്പോൾ പ്രതിവാദങ്ങൾ കൊണ്ട് കേരള നിയമസഭ മുഖരിതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു മികച്ച ഭരണപക്ഷം ഉണ്ടാകണമെങ്കിൽ മികച്ച പ്രതിപക്ഷം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മികച്ച പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യത്തിന് അതിന്റെ സൗന്ദര്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്നൊക്കെ ജനാധിപത്യത്തിൽ പറയാറുണ്ട്. ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമായിരിക്കും ആ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പ്രതിപക്ഷമായിരിക്കും ഭരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഭരണം ഏറ്റവും മികച്ചതാകാൻ വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഭരണപക്ഷത്തുള്ളവരെക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എത്രത്തോളം പ്രതിപക്ഷ നേതാവായി ശോഭിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുക്കണം. പറവൂർ മണ്ഡലത്തിൽ ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരായ സമരത്തിനൊന്നും സമയമായിട്ടില്ല, സർക്കാർ ഇപ്പോൾ ഹണിമൂൺ ആഘോഷിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സമരരംഗത്തേക്കൊക്കെ പോകാം, 6 മാസം അവരെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം, ആ നവദമ്പതികൾ ആഘോഷിക്കട്ടെ എന്നാണ് അന്ന് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ CPM-ന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. അതേസമയം പ്രതിപക്ഷ നേതൃനിരയെ നയിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിൽ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് കേരളത്തിലെ സിനിമാ ആസ്വാദകർ ശ്വാസമടക്കി പിടിച്ച് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ കണ്ട സിനിമ പോലെ, അതായത് ശേഖരനും നീലകണ്ഠനും വീണ്ടും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, എപ്പോഴും ഒരു ക്രൈം ത്രില്ലർ സിനിമ പോലെയാണ് കേരള രാഷ്ട്രീയം. ശേഖരനും നീലകണ്ഠനും മുഖാമുഖം നിയമസഭയിൽ വരുമ്പോൾ പ്രതിവാദങ്ങൾ കൊണ്ട് കേരള നിയമസഭ മുഖരിതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു മികച്ച ഭരണപക്ഷം ഉണ്ടാകണമെങ്കിൽ മികച്ച പ്രതിപക്ഷം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മികച്ച പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമേ ജനാധിപത്യത്തിന് അതിന്റെ സൗന്ദര്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്നൊക്കെ ജനാധിപത്യത്തിൽ പറയാറുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ പിണറായി വിജയന് ശോഭിക്കാൻ കഴിയുമോ, മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ വി ഡി സതീശന് ശോഭിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്. 10 വർഷക്കാലം, അതായത് 2016 മെയ് മാസം മുതൽ 2026 മെയ് മാസം വരെ കേരളത്തെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് മാറുമ്പോൾ നിയമസഭയിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങുമോ? അതോടൊപ്പം ഈ 2021 മുതൽ 2026 വരെ പ്രതിപക്ഷ നേതൃനിരയെ നയിച്ച വി ഡി സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുമോ എന്നൊക്കെയുള്ള വിവിധങ്ങളായ ചോദ്യങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശനെ എത്തിക്കുന്നത്. പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനും മുഖ്യമന്ത്രിയായി വി ഡി സതീശനും വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയല്ലേ ഈ കോംബോയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കോംബോയെ നോക്കിക്കാണുന്നത്. പക്ഷെ എത്രത്തോളം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും രണ്ടുപേർക്കും ശോഭിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. കാര്യം കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് വരുന്നത്. കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷത്തിരുന്ന ആളാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരുമെന്ന്. കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. വളരെ മോശം ആരോഗ്യസ്ഥിതിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഇത്രയും പ്രായമായ ഒരാൾ പ്രതിപക്ഷത്തിരുന്ന് നയിക്കുക എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കി വെച്ച് മുഖ്യമന്ത്രിക്കുള്ള അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷ നേതാവിന്. ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമായിരിക്കും ആ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പ്രതിപക്ഷമായിരിക്കും ഭരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഭരണം ഏറ്റവും മികച്ചതാകാൻ വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഭരണപക്ഷത്തുള്ളവരെക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എത്രത്തോളം പ്രതിപക്ഷ നേതാവായി ശോഭിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പിണറായി വിജയൻ അത് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. മറുവശത്ത് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹമാണല്ലോ 10 വർഷം ഭരിച്ച് ഭരണവും നഷ്ടപ്പെടുത്തി പാർട്ടി ഈ അവസ്ഥയിലാക്കിയത്. അപ്പൊ തിരികെ ഇദ്ദേഹം തന്നെ പാർട്ടിയെ കൊണ്ടുവരട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം വെച്ച് പിണറായി വിജയനെതിരായ ഒരു ശക്തമായ വികാരം ഉണ്ടായിരുന്നു. UDF-നെ 102 സീറ്റിലേക്ക് എത്തിച്ചത് പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ഏകാധിപതിയോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് തന്നെയാണ്.
അപ്പൊ അത്തരം ഒരാൾ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ശോഭിക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി മറുവശത്ത് വി ഡി സതീശൻ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. കാര്യങ്ങൾ പഠിച്ച് വളരെ കൃത്യമായാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സഭാ നടപടികളൊക്കെ കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിച്ച് അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിജയം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. പല കാര്യങ്ങളും സഭയിൽ കൊണ്ട് പല സമര രീതികളും അല്ലെങ്കിൽ പല സമരവും നമ്മൾ സഭയിലും പുറത്തുമൊക്കെ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. ഇനി മുഖ്യമന്ത്രിയായി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അതേ രീതി തന്നെ ഫോളോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ കുറച്ചുകൂടി കർക്കശക്കാരനായ ഒരു നേതാവാണ്. അത്ര സൗമ്യമായ മുഖമല്ല. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് വി ഡി സതീശന്. അപ്പൊ വി ഡി സതീശൻ കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രി ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആകുകയാണ് എങ്കിൽ അത് ഉമ്മൻചാണ്ടിയെ പോലെ ആകാനാകില്ല, പിണറായി വിജയനെ പോലെ ആകുമോ എന്നൊരു ചോദ്യവും ആശങ്കയും സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPM കേരളം ഭരിച്ചിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായ 2021 വി ഡി സതീശനെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പറവൂർ മണ്ഡലത്തിൽ ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരായ സമരത്തിനൊന്നും സമയമായിട്ടില്ല, സർക്കാർ ഇപ്പോൾ ഹണിമൂൺ ആഘോഷിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സമരരംഗത്തേക്കൊക്കെ 6 മാസം അവരെ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം, ആ നവദമ്പതികൾ ആഘോഷിക്കട്ടെ എന്നാണ് അന്ന് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ CPMന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു ദയാദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിലെ പാഠപുസ്തകത്തിന്റെ അച്ചടിയും വിതരണവും പൂർത്തിയായിട്ടില്ല. സ്വാഭാവികമായും പാഠപുസ്തകത്തിന്റെ അച്ചടി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം കഴിഞ്ഞ മന്ത്രിസഭയ്ക്കായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കായിരുന്നു. എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചില്ല. പക്ഷേ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പുസ്തകം എത്തിയിട്ടില്ലെങ്കിൽ സാധാരണക്കാരായ രക്ഷിതാക്കൾ ഇത് പുതിയ സർക്കാരാണ് ഇതിന് ഉത്തരവാദിത്വം, ഇത് അടിച്ചു തരാത്തത് ശിവൻകുട്ടിയാണെന്ന് അവർ ചിന്തിക്കില്ല. കാരണം ഈ സർക്കാരിനെ പ്രാകാനുള്ള ആദ്യത്തെ കാരണം പാഠപുസ്തകം ലഭിക്കാത്തായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ജൂൺ 2ാം വാരം മുതൽ SFI-കാരൻ തെരുവിലുണ്ടാകും. ഇപ്പോൾ തന്നെ അവർ സമരം ആരംഭിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കഴിയണം. രണ്ടാമത്, മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കേരളം കഴിഞ്ഞ വർഷങ്ങളായി നിരവധിയായ പകർച്ചവ്യാധികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സംസ്ഥാനമാണ്. രാജ്യത്ത് ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ കേരളത്തിൽ ഇങ്ങനെ എല്ലാ മഴക്കാലത്തും ഉണ്ടാകാറുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അല്ലെങ്കിൽ അതിനാരംഭിക്കാൻ പോലും കഴിയിട്ടില്ല. അതായത് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്ന വിഷയം, ഇതൊക്കെ വലിയ വെല്ലുവിളി തന്നെയാണ് പുതിയ സർക്കാരിന്റെ മുന്നിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെയൊക്കെ എങ്ങനെ വി ഡി സതീശന് മറികടക്കാൻ കഴിയും? കാരണം ഇപ്പുറത്ത് സമരസജ്ജരായി 10 വർഷക്കാലമായി ഒരു മേലനങ്ങി സമരം ചെയ്യാത്ത, പോലീസിന്റെ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങാത്ത DYFI-യും SFI-യും ഒക്കെ സമരത്തിനൊരുങ്ങി കേരളത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ വലിയ വെല്ലുവിളിയാണ്. കാരണം പ്രതിപക്ഷം എപ്പോഴും സമരരംഗത്തായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന്റെ സമരം പോലെ അല്ല SFI-യുടെ. തീർച്ചയായും കോൺഗ്രസിന്റെ സമരം പോലെ ആയിരിക്കില്ല. കേരളത്തിൽ നമ്മൾ നിരവധിയായ സമരങ്ങൾ കണ്ടതാണ്. കൂത്തുപറമ്പ് സമരം ഉൾപ്പെടെ DYFI-ക്ക് പ്രസിദ്ധീകരിച്ചതും കുപ്രസിദ്ധീകരിച്ചൊക്കെ ഒരുപാട് സമരങ്ങളുണ്ട്. പക്ഷെ പഴയ പോലെ പൊതു മുതൽ നശിപ്പിച്ചുള്ള സമരം ഇപ്പോൾ കാരണം പൊതുമുതൽ നശിപ്പിച്ചാൽ PDPP ആക്ട് ചുമത്തുന്നത് കാരണം ആ പണം കെട്ടിവെച്ചാൽ മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയൂ. അതുകൊണ്ട് പോലീസ് വാഹനം കത്തിക്കുന്നതൊക്കെ ഇപ്പോൾ കുറവാണ്. പക്ഷെ എങ്കിലും തെരുവുകൾ യുദ്ധക്കളമാകുന്ന അധ്യയന വർഷമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിനെയൊക്കെ മറികടക്കാൻ വി ഡി സതീശന് കഴിയണം. അതുമാത്രമല്ല, അദ്ദേഹം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിക്കകത്തും ഒരു പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെയും അദ്ദേഹം മറികടക്കണം. എന്തായാലും നിയമസഭയിൽ നീലകണ്ഠനും ശേഖരനും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയ്ക്കാണ് കേരളം കാണാൻ പോകുന്നത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പ്രതിപക്ഷം എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഭരണപക്ഷം എപ്പോഴും ഉത്തരം പറയുന്നതും ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കേരള നിയമസഭ 5 വർഷത്തേക്ക് ഭരിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് നൽകിയത്. ഈ നീലകണ്ഠനും ശേഖരനും മുഖാമുഖം വരുമ്പോൾ കേരളത്തിൽ ഭാവിക്കുതകുന്ന രൂപത്തിലുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് സതീശൻ പറയുന്നത്. അത്തരം പദ്ധതികളൊക്കെ നമുക്ക് സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, അധികാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സതീശൻ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടീം UDF പറയുന്നുണ്ടായിരുന്നു, എല്ലാത്തിനും അവർക്ക് ബദൽ പദ്ധതികളുണ്ട്. അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം, എല്ലാ കാര്യങ്ങളും എങ്ങനെ ആയിരിക്കണം കേരളത്തിന്റെ ഭരണം കൊണ്ടുപോകേണ്ടത് എന്നുള്ള എല്ലാ കാര്യത്തിലും തീരുമാനമുണ്ട്. ഏതൊക്കെ വിഷയങ്ങളിലാണോ അല്ലെങ്കിൽ ഏതൊക്കെ
പദ്ധതികളിലാണോ ബദൽ പദ്ധതികൾ വേണ്ടത്, അതുപോലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വലിയ മാറ്റങ്ങൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ തന്നെയാണ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയുന്നതും കോൺഗ്രസ് സർക്കാരുകൾക്കാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിരിക്കും ഈ സർക്കാർ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 5 ഗ്യാരണ്ടികൾ കേരളത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ്, പ്രകടന പത്രികയ്ക്ക് അപ്പുറം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 ഗ്യാരണ്ടികൾ കേരളത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി നേരിട്ടത്. അപ്പോൾ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെ പറ്റിയാണ്. അധികാരത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി KSRTCയിൽ ടിക്കറ്റ് ഉൾപ്പെടെ ജെൻഡർ നോക്കുന്ന രീതിയിലേക്ക് മാറ്റിയതെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷ അസ്തമിക്കാതെ, അല്ലെങ്കിൽ ആ പ്രതീക്ഷ കെടുത്താതെ കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിയുമോ എന്ന് കണ്ടറിയാം. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുമോ? പല വിഷയങ്ങളിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുത്ത നിലപാട് ഭരണപക്ഷത്തെത്തുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും എന്നെല്ലാം ഭരണത്തിലേറി നമുക്കൊരു 3-4 മാസത്തിനകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കാൻ ഇടതുമുന്നണിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും ഉതകുന്ന ഭരണം കാഴ്ചവെക്കാൻ UDF-നും കോൺഗ്രസിനും കഴിയട്ടെ എന്ന് നമുക്ക് ചാനലിന് വേണ്ടി ആശംസിക്കാം.